ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സെയ്ദ് കുന്നുമ്മൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഞാനുണ്ടാക്കിയ കൈപ്പങ്ങ അഥവാ പാവക്ക എങ്ങനെയെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ ജൈവ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയ പാവയ്ക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പച്ചക്കറി ഐറ്റംസിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു സാധനമാണ് പാവക്ക. അതുകൊണ്ട് ഞാൻ ആ സാധനം എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്, ഞാനൊരുപാടൊന്നും ഉണ്ടാക്കാറില്ല. കാരണം എൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഓരോ വീട്ടിലും അവർക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉണ്ടാക്കുക. കുറച്ച് മതി. കൂടുതലായിട്ട് ഉണ്ടാക്കുന്നവർ പുറത്ത് വിൽക്കാനും കുഴപ്പമില്ല. പക്ഷേ ഇത് കൂടുതലായിട്ട് ഈ രാസവളം ഈ കീടനാശിനി അടിച്ചുണ്ടാകണ മാതിരി ഇതുമ്പോൾ ഉണ്ടാവില്ല. കാരണം കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ വിഷരഹിതമായിരിക്കും. നമുക്ക് ഉറപ്പിച്ച് കഴിക്കാം. നമ്മൾ വാങ്ങിയാൽ മറ്റേത് കടയിൽ നിന്നൊക്കെ നമ്മൾ ചുരുക്കുള്ള സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് ചെയ്യാണ്ട് കഴിക്കുമ്പോൾ അതിൽ എത്ര വിഷം ഇറങ്ങിയിരിക്കണമെന്ന് നമുക്കറിയാം. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാം. കഴിയുന്ന എല്ലാവർക്കും കഴിയും. കാരണം ഇപ്പൊക്കെ ശരീരം എക്സസൈസിന് വേണ്ടി ഓടുന്ന പായുന്ന ആളുകളാണ്. ഒരമണിക്കൂർ ഉള്ള സ്ഥലത്ത്, ഈ സ്ഥലമുള്ളവർ അതിന് കുറച്ച് വണ്ടി ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ടെറസ്, ഇപ്പോൾ ഒരുവിധമൊക്കെ ടെറസിൻ്റെ വീടുകളാണ്, ടെറസിൻ്റെ മുകളിലെങ്കിലും അവനാൻ ആവശ്യമുള്ള പച്ചക്കറി ഉണ്ടാക്കുക. അതാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ ഈ ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കണം. ഞാൻ അത് കുറേ ആയി തുടങ്ങിയിട്ട്, ഞാൻ കുറേ ഒരു 8-10 വർഷത്തോളമായി ഇതിങ്ങനെ പരീക്ഷിച്ച് സ്ഥിരമായിട്ട് ഈ ഒരു പരിപാടിയായിട്ട് നടക്കണം. അപ്പോൾ ഞാനിത് എത്തിക്കാൻ വേണ്ടി പല ഈ തമാശയും കോമഡിയും ഒക്കെ ഇരിക്കണ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന 2-3 കുറച്ച് ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞിടാം, ഇതൊക്കെ ഒന്ന് ഇടുക്കി. നമുക്ക് തമാശയും കോമഡിയൊക്കെ വേണം. നമുക്ക് അടിസ്ഥാനപരമായിട്ട് വെള്ളം ഭക്ഷണമൊക്കെ ഉള്ള വേണ്ട. അത് കഴിഞ്ഞിട്ടല്ലേ കോമഡിയും തമാശയൊക്കെ. ഇതൊന്നും വരാ അറിയാം. അവർക്ക് എന്തോ അത് ആൾക്കാർക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് കരുതിയിട്ടായിരിക്കും. പിന്നെ അവർ വരവൊന്നുമില്ല, വന്നിട്ടൊന്നുമില്ല. അപ്പം ഞാൻ തന്നെ കരുതി എൻ്റെ അടുത്തുണ്ടല്ലോ ഫോണ്, എനിക്ക് വയ്ക്കണമാതിരി എഡിറ്റിങ്ങും കാര്യമൊന്നുമില്ല, നേരിട്ട് എടുത്ത് വിടുകയാണ്. അപ്പോൾ ക്ഷമിക്കണം, ഈ വീഡിയോയിൽ ചിലപ്പോൾ ക്വാളിറ്റീൻ്റെ മാറ്റങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ ഇതിൽ കയറി വന്നേക്കും. മറ്റ് എഡിറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്തൊക്കെ വിടുന്ന ആൾക്കാരെ, നമുക്കതൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ ഉണ്ടാക്കിയ കൈപ്പങ്ങ, ജൈവ രീതിയിലുള്ള കൈപ്പങ്ങ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മളെ കൈപ്പങ്ങ. കുറച്ചുള്ളൂ. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ വീട്ടാവശ്യങ്ങൾക്ക്. ഇപ്പോൾ ഈ പന്തലൊക്കെ കണ്ടോ, കൈപ്പങ്ങ പന്തലിടാൻ കുറേ പ്രയാസമാണ് ഏതോ ആൾക്കാർ. ഞാൻ കിട്ടിയ വല്ല കൊമ്പും വള്ളിയും കയറൊക്കെ കെട്ടി കൂട്ടി ഉണ്ടാക്കിയതാണ് ഞാൻ അങ്ങനെ ചെയ്യാറ്. കാരണം ഞാനിത് ഒരു ബിസിനസ്സായിട്ടല്ല. കാരണം നമ്മളെ ഭക്ഷണം ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി നമ്മളറിയുന്ന ആൾക്കാർക്ക് എന്നെ വിളിച്ച് ചോദിക്കും, ചെയ്തുണ്ടോയെന്ന് ചോദിക്കും. ഞാൻ അങ്ങനെ ഇത് കൊടുക്കും. അപ്പോൾ ഞാനിതിൽ ചെയ്യുന്ന മരുന്ന് വെച്ചാൽ നാളെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നത്, കാണാത്തവർക്ക് സെയ്ദ് കുന്നുമ്മൽ എന്ന് ഫേസ്ബുക്ക് പേജ് അടിച്ചാൽ കാണാം. ഫിഷ് അമിനോ ആസിഡ്, അതാ മത്തി ശർക്കര. പിന്നെ അതുപോലെ തന്നെ കായും പൂണ്ടാകാൻ ഒരു മുട്ടയും നാരങ്ങയും കൊണ്ടിട്ട് അമിനോ ആസിഡ് പറഞ്ഞൊരു മരുന്നുണ്ട്. അതുണ്ടാക്കുന്നൊരു വീഡിയോ വേറൊരു എപ്പിസോഡിൽ പറയാം. ഏതായാലും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എല്ലാവരും ഇത് പരീക്ഷിക്കുക. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും. ഇപ്പം നമുക്കറിയാം, ഒരു 10 വർഷം മുന്നേ കേൾക്കാത്ത രോഗങ്ങളാണ് നമ്മുടെ നാട്ടിൽ. അത് 90% ഭക്ഷണ രീതിയാണ്. ഭക്ഷണ രീതി അറിയുമ്പോൾ നമ്മൾ എന്താ പറയുക, അത് ഫാസ്റ്റ് ഫുഡാണ് അറിയും. ഫാസ്റ്റ് ഫുഡ് ഒരു കാരണമായിരിക്കാം. ഫാസ്റ്റ് ഫുഡൊന്നും എല്ലാവരും കഴിക്കാറൊന്നുമില്ല. എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷേ കഴിക്കാത്ത ആൾക്കാർക്കും ഇങ്ങനത്തെ അസുഖങ്ങൾ, നമ്മൾ ഈ നിത്യം കഴിക്കുന്ന ഇതുണ്ടല്ലോ ഭക്ഷണം, അത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ കണ്ടെടുത്തോളം ഞാൻ നമ്മളെ ആവശ്യത്തിന് അത് കരുതിയാണ്ട് ഇപ്പോൾ ഇത് കഴിച്ചുകൊണ്ട് രോഗം വരില്ല എന്നൊന്നും പറയല്ല. ഏതായാലും ഇതൊരു നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. നമ്മളെ ആരോഗ്യം സംരക്ഷിക്കുക. ഞാൻ പറഞ്ഞ മാതിരി എക്സസൈസിന് പകരമാക്കുകയും ചെയ്യുക. ഒരു അരമണിക്കൂർ ഇതിന് വേണ്ടി ചിലവാക്കുക. ഇതിപ്പോൾ ആ പ്രധാന സാധനം, ഈ കായ്ച്ചനെ പിടിക്കുന്ന സാധനമാണിത്. മഞ്ഞക്കണി ആ മഞ്ഞക്കണി ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ അവനാൻ്റെ ആവശ്യത്തിനുള്ളത് എല്ലാവരും ഉണ്ടാക്കണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അതിൽ ജ്യേഷ്ഠൻ്റെ, ഒരു അനിയൻ്റെ, ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് കേട്ട് നിങ്ങളെല്ലാവരും കഴിയുന്നൊരു സാധനം ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഇപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയാണ്ട് ഇപ്പോൾ വിഷമാണെങ്കിൽ എങ്ങനെ വാങ്ങുന്നത് കരുതണ്ട. ഇപ്പോൾ വാങ്ങി ഞങ്ങളൊരു കാര്യം ചെയ്യാണ്, ഒരു അരമണിക്കൂറെങ്കിലും ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നല്ലോണം കഴുകിയെടുത്ത് ഉപയോഗിക്കണം. കാരണം എന്നാലും കുറേയൊക്കെ ഒരു വിഷാംശം കുറച്ചൊക്കെ പോയി കിട്ടും. പിന്നെ ജനറ്റിക്കലായി അതിൻ്റെ ഒപ്പം പോകുന്നത് എന്തായാലും പോലെ മുകളിലുള്ളതൊക്കെ ഒന്ന് പോകുന്നുള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കട്ടില്ലാത്തൊരു തകര കഷ്ണം എടുത്തിട്ട് കട്ട് ചെയ്ത് ചതുരത്തിൽ കട്ട് ചെയ്തിട്ട് അതിന്മേൽ മഞ്ഞ പെയിൻ്റ് അടിച്ച് വെള്ള ഗ്രീസ് വെക്കുക. എന്നാൽ കായ്ച്ചകളൊക്കെ അതിന്മേൽ പതി. അതാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ കൂടി പോകുന്നുള്ളത് കൊണ്ട് ഞാനിനി കൂടുതൽ പറയുന്നില്ല.